ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അങ്കണവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പി ആയിട്ടാണ്. ഇതൊരു സ്നാക്ക് ഐറ്റമാണ്. അണ്ടിയുണ്ട, അരിയുണ്ട, അവലുണ്ട പോലെയൊക്കെ തന്നെ നല്ല രുചിയുള്ള ഒരു ഉണ്ട നമുക്ക് അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അമൃതം പൊടി. ഇത് അങ്കണവാടിയിൽ നിന്ന് ചെറിയ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന പൊടിയാണിത്. അപ്പോൾ നമുക്കിവിടെ 1 കപ്പോളം അമൃതം പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ശർക്കര ഉരുക്കിയത് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 2.5 അച്ച് ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണിത്. അതേപോലെ തന്നെ ഇവിടെ തേങ്ങ ചിരകിയത് ഞാനിവിടെ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശർക്കരയുടെ അളവും തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം വ്യത്യാസങ്ങളൊക്കെ വരുത്താം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഈ അമൃതം പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ അമൃതം പൊടിയുടെ ആ പച്ച മണമൊക്കെ നന്നായിട്ടൊന്ന് മാറണം. അപ്പോൾ ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കളറൊന്നും അങ്ങനെ കൂടുതലായിട്ട് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ജസ്റ്റ് നല്ല ചൂടായിട്ട് ഒരു മണം വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കറുത്ത എള്ളാണ്. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതും നമുക്ക് ഒരു പാനിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് ആവശ്യമില്ലെങ്കിൽ നമുക്കിത് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സ്റ്റെപ്പൊക്കെ സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ എള്ളിൻ്റെയൊക്കെ ഒരു പച്ച ചൊവ്വ മാറിയിട്ട് നന്നായിട്ട് നമുക്ക് പൊരിഞ്ഞ് കിട്ടണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എള്ളിൻ്റെയൊക്കെ പച്ച ചൊവ്വയൊക്കെ മാറി നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളെടുക്കാം. ആ ബൗളിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അമൃതം പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ചിരകിയ തേങ്ങയാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണോളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നെയ്യ് ചേർക്കാൻ ആഗ്രഹമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ നെയ്യ് വേണ്ടവർ അങ്ങനെ ആയാലും ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇനി നമുക്കെല്ലാം കൂടെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എള്ള് ഓപ്ഷണലാണ്. ഈ പറഞ്ഞ പോലെ എള്ള് ഇപ്പോൾ ഇഷ്ടമല്ലാത്തവർ അത് ചേർക്കേണ്ട ആവശ്യമില്ല. എള്ള് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ആയാലും ചേർക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് മാത്രം ആയിട്ടും ചേർക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ശർക്കര നീര് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര നീര് ഇതിലേക്ക് ചേർത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പോലെ നമ്മൾ കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മളെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തിട്ട് ഒന്ന് ഉരുട്ടണ പരിവായി കിട്ടണം. അപ്പോൾ നമുക്കിപ്പോൾ നന്നായിട്ട് ഉരുട്ടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഉണ്ട നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഇപ്പോൾ ഒരു ഉണ്ട റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി ഉണ്ടകളും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. നമുക്കിവിടെ 11 ഉണ്ടകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരളവ് കൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയതാണ്. നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്